ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. കുന്നിക്കൊരു കുടുംബശ്രീ യൂണിറ്റിന്റെ പണിക്ക് വന്നപ്പോൾ ഇവിടെ കണ്ട മെമ്പറുമായിട്ട് ഞാനൊന്ന് ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പുള്ളിയൊരു അലവലാദികളോട് അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ടിൻഡറിന്ന് പരിചയപ്പെട്ട ആളുകൾ ഡേറ്റിങ്ങിന് പോയിട്ട് ആള് ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ നടത്തി പാസ് ആയതായിട്ട് കണ്ടു. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ആള് ബോയ് ഫ്രണ്ട് ആവാൻ റെഡി ആണോ എന്നും എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് വിധനാണ്. ചില്ലറ കഴപ്പൊന്നുമില്ല അവന്മാർക്ക്. ഒരു ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയണം. അതിന് കുറച്ച് ടെസ്റ്റുകളുടെ ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഹാൻഡ് ഹോൾഡ് ടെസ്റ്റ് ആണ്. അടിപൊളി പീക്ക് ഇന്റർവെല്. ഞാൻ വെറുതെ നിന്നപ്പോ തന്നെ എന്റെ പണിയായതെടുത്ത് തൊളത്ത് വെച്ച് എന്റെ കയ്യിലും പിടിച്ച് എന്നിട്ട് ഞാനൊരു മുത്തം കൊടുത്തേ. അപ്പൊ മെമ്പറിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നേ, ഒരു ഗോൾഡ് വിഷ വാ തുറക്കുന്ന പോലെ എന്ത് ക്യൂട്ടായിരുന്നു അറിയാമോ. ആ എക്സ്പ്രഷൻ ഞാൻ കൊടുത്തു 10ൽ 9. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു. അടുത്തതായി ടെസ്റ്റ് ആണ്. ഞാൻ പണിയതോണ്ടിരിക്കും മെമ്പർ എന്നെ നോക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ആണ്. ഞാൻ പണിയതപ്പോഴൊക്കെ മെമ്പർ ആ മായ കണ്ണുകൊണ്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ മെമ്പറിന്റെ ആ മായക്കണ്ണ് മാറി അത് കാമക്കണ്ണാവുന്നുണ്ട്. പക്ഷെ നീ എന്തായി പറയുന്നത്? അടുത്തത് ഈഗോ ടെസ്റ്റ് ആണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ മൺവെട്ടി ഞാൻ താഴെ ഇടാൻ പോകണം. അത് മെമ്പർ എടുത്തിരുമോ നോക്കാം. എന്റെ കയ്യിലിരിക്കുന്ന മൺവെട്ടി താഴെ ഇട്ടത് മെമ്പർ ഓടി വന്ന് എടുത്ത് ഈ പറമ്പ് ഫുള്ള് കിളയ്ക്കാൻ വേണ്ടി പോകണം. ലൈക്ക് മരം കൊത്തിയ പോലെ. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ആ കാറ്റിന്റെ വേഗത ഉണ്ടെങ്കിൽ എന്തുമാത്രം കറണ്ട് ഉത്പാദിപ്പിക്കാന്ന് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? എനിക്ക് ഈ കെയർ കണ്ടപ്പോ പുള്ളിക്ക് എനിക്കൊരു കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റ് മേടിച്ചു കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. ഇത്രയും കെയർ എന്റെ ജീവിതത്തിൽ എനിക്ക് ആരും തന്നിട്ടില്ല. മെമ്പർ കെയർ ടെസ്റ്റും പാസ്സായി. ഈ കെയറിന് ഞാൻ 10ൽ 20 മാർക്ക് കൊടുക്കണം. കിളി പോയി. മെമ്പർ എന്നെ എല്ലാ തരത്തിലും എന്നെ വാവു ആക്കി. മെമ്പർ എല്ലാ ടെസ്റ്റും പാസ്സായി. ഇനി മെമ്പറിന് എന്തൊക്കെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മെമ്പർ എന്നെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ ബൈ ഗൈസ്. മനസാക്ഷിയില്ല സംസാരിക്കരുത് സാർ. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. തൽക്കാലം ഇത്രയും മതി.